ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 59 വരെയുള്ള ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് എന്ന്. പിന്നീട് യേശു ഇങ്ങനെ പറയുന്നു: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. അപ്പോൾ അവർ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുക എന്ന്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ പിതാവ് അബ്രാഹമാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പോൾ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണ് എങ്കിൽ നിങ്ങൾ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം എന്നതിന് യേശു മറുപടി പറയുന്നത് 42-ാം വാക്യത്തിലാണ്: ദൈവം ആണ് ഞങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. അവൻ കൊലപാതകയാണ്, നുണയനും നുണയുടെ പിതാവുമാണ്. അവനിൽ സത്യമില്ല. യേശു അവനോട് ഇങ്ങനെ ചോദിക്കുന്നു: ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല? യഹൂദർ വീണ്ടും യേശുവിനോട് ചോദിക്കുന്നുണ്ട്: നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാച് ഉണ്ട് എന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ യേശു പറയുന്നുണ്ട്: എനിക്ക് പിശാചില്ല, എൻ്റെ പിതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്: അബ്രാഹവും പ്രവാചകന്മാരും മരിച്ചു, ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? തുടർന്ന് 55-ാം വാക്യം നമുക്ക് വായിക്കാം: എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ അബ്രാഹം ആനന്ദിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്: നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടു എന്നോ? അപ്പോൾ യേശു ഒരു പ്രസ്താവന നടത്തുകയാണ്: അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. ഇത് അവരുടെ ഇടയിൽ ഇടർച്ചയുണ്ടാക്കി. അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. പക്ഷേ യേശു അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞ് പുറത്തുപോയി. നമുക്കിനി ഈ ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. യോഹന്നാൻ 8-ാം അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകം ഏത്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അടുത്ത ചോദ്യം: യോഹന്നാൻ 8-ാം അധ്യായത്തിൽ 6-ാമത്തെ ശീർഷകം എന്ത്? അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. അടുത്ത ചോദ്യം: എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. അടുത്ത ചോദ്യം: എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നാണ് യേശു പറയുന്നത്? എൻ്റെ ശിഷ്യരാണ്. യോഹന്നാൻ 8:32 ഉദ്ധരിക്കുക: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം: യേശുവിൽ വിശ്വസിച്ച യഹൂദർ തങ്ങൾ ആരുടെ സന്തതികളാണ് എന്നാണ് അവകാശപ്പെടുന്നത്? അബ്രാഹത്തിൻ്റെ. ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരായിരുന്നിട്ടില്ല എന്നാണ് യോഹന്നാൻ 8:33 പറയുന്നത്. ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പാപം ചെയ്യുന്നവൻ എന്തിൻ്റെ അടിമയാണ്? പാപത്തിൻ്റെ. ആരാണ് പാപത്തിൻ്റെ അടിമ? പാപം ചെയ്യുന്നവൻ. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 8:35. യോഹന്നാൻ 8:36 അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എന്തുകൊണ്ട് അവർ യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നതെന്നാണ് യോഹന്നാൻ 8:37 പറയുന്നത്: കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് എന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. അടുത്ത ചോദ്യം: യോഹന്നാൻ 8:38 പ്രകാരം എന്തിനെ പറ്റിയാണ് യേശു സംസാരിക്കുന്നത്? പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി. അടുത്ത ചോദ്യം: ആരിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് യോഹന്നാൻ 8:38 പറയുന്നത്? നിങ്ങളുടെ പിതാവിൽ നിന്ന്. പൂരിപ്പിക്കുക: നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. അബ്രാഹത്തിൻ്റെ. അടുത്ത ചോദ്യം:
യോഹന്നാൻ 8:39 അനുസരിച്ച് എന്താണ് അവർ യേശുവിനോട് പറഞ്ഞത്? അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. എന്നാൽ ആരിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു എന്നാണ് യോഹന്നാൻ 8:40 പറയുന്നത്. ദൈവത്തിൽ നിന്ന്. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. ആരാണ് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? അബ്രാഹം. യോഹന്നാൻ 8:41 നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിന് മറുപടിയായി എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം. പൂരിപ്പിക്കുക. ദൈവമാണ് നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ ഡാഷ്, കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. അധ്യായവും വാക്യവും. യോഹന്നാൻ 8:42. അവിടുന്ന് എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞതിന് ശേഷം യേശു ചോദിക്കുന്ന ചോദ്യം എന്ത്? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചതിന് തുടർന്ന് യേശു യോഹന്നാൻ 8:43 പറയുന്ന മറുപടി എന്ത്? എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട്. ആരാണ് ആദ്യം മുതൽ കൊലപാതകയായിട്ടുള്ളത്? പിശാച്. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ആര്? പിശാച്. പിശാച് കള്ളം പറയുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? സ്വന്തം സ്വഭാവം അനുസരിച്ച്. എന്തുകൊണ്ടാണ് അവർ യേശുവിൽ വിശ്വസിക്കാത്തത് എന്നാണ് യോഹന്നാൻ 8:45 പറയുന്നത്? സത്യം പറയുന്നത് കൊണ്ട്. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? അധ്യായവും വാക്യവും. യോഹന്നാൻ 8:46. അടുത്ത ചോദ്യം. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുക? ദൈവത്തിൽ നിന്ന് ഉള്ളവൻ. തെറ്റുതിരുത്തുക. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. ശരിയായ ഉത്തരം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. നീ ഒരു സമരിയക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ആരോട് പറഞ്ഞു? യഹൂദർ യേശുവിനോട്. യേശു ആരാണെന്നാണ് യഹൂദർ പറയുന്നത്? ഒരു സമരിയക്കാരൻ. പൂരിപ്പിക്കുക. എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ ഡാഷ് അപമാനിക്കുന്നു. ഞാൻ ആരെ ബഹുമാനിക്കുന്നു എന്നാണ് യോഹന്നാൻ 8:49 യേശു പറയുന്നത്? പിതാവിനെ. ഞാൻ എൻ്റെ എന്ത് അന്വേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്? മഹത്വം. പൂരിപ്പിക്കുക. യോഹന്നാൻ 8:50 അനുസരിച്ച് ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും ഡാഷ് ഒരുവനുണ്ട്, വിധികർത്താവുമായ. അടുത്ത ചോദ്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അധ്യായവും വാക്യവും. യോഹന്നാൻ 8:51. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യോഹന്നാൻ 8:51 വാക്യത്തിൽ യേശു പറയുന്നത്. അവൻ ഒരിക്കലും മരിക്കുകയില്ല. ആരെല്ലാം മരിച്ചിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു എന്നാണ് യഹൂദർ പറയുന്നത്. അബ്രാഹവും പ്രവാചകന്മാരും. നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. ആരാണ് ഇത് പറഞ്ഞത്? യഹൂദർ. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? ഡാഷ് മരിച്ചുപോയി. ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? പ്രവാചകന്മാരും. പ്രവാചകന്മാരും മരിച്ചുപോയി എന്ന് പറഞ്ഞതിന് ശേഷം യഹൂദർ എന്താണ് യേശുവിനോട് ചോദിക്കുന്നത്? ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് എന്തില്ല എന്നാണ് യേശു പറയുന്നത്? വിലയില്ല. ഞാൻ എന്തു ചെയ്താൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാണ് യേശു പറയുന്നത്? എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ. ആരാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാണ് യേശു പറയുന്നത്? നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവ്. അടുത്ത ചോദ്യം. ഞാനോ അവിടുത്തെ അറിയുന്നു, എന്നാൽ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ എന്താകും? നുണയനാകും. അടുത്ത ചോദ്യം. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? പിതാവായ അബ്രാഹം. യോഹന്നാൻ 8:56 പ്രകാരം പിതാവായ അബ്രാഹം എന്തിനാണ് ആനന്ദിച്ചത്? എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ. നിനക്കിനിയും എത്ര വയസ്സായിട്ടില്ല എന്നാണ് യഹൂദർ പറയുന്നത്? 50. ആർക്ക് മുമ്പ് ഞാൻ ഉണ്ട് എന്നാണ് യേശു പറയുന്നത്? അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ്. അടുത്ത ചോദ്യം. യോഹന്നാൻ 8:59 പ്രകാരം യേശുവിനെ എന്ത് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്? എറിയാൻ കല്ലുകളെടുത്തു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു എന്താണ് ചെയ്തത്? അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. യോഹന്നാൻ 8:34 സമാനമായ വചനഭാഗം.
റോമ 6:16, 2 പത്രോസ് 2:19, യോഹന്നാൻ 8:48 സമാനമായ വചനഭാഗം യോഹന്നാൻ 7:20. എല്ലാവരും നന്നായിട്ട് തന്നെ ലോഗോസിനും വെരിറ്റാസ് ക്വിസിനും വേണ്ടി ഒരുങ്ങുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.